നമസ്കാരം. ശ്രദ്ധ തിരിക്കൽ അഥവാ മടമാറ്റം, ദിശതിരിപ്പൽ എന്ന് തമിഴിലൊക്കെ പറയുന്ന സംഭവം അത് തമിഴ്നാട്ടിലും കേരളത്തിലും അത് ഗംഭീരമായി നടക്കുന്നുണ്ട്. കരൂരിൽ 41 പേർ മരിച്ചത് വഴി മുഴുവൻ വിജയ് എന്ന ഒരു ഒറ്റയാളുടെ മുകളിൽ ചാർത്തിയിട്ട് തമിഴ്നാട് സർക്കാർ രക്ഷപ്പെടാൻ നോക്കിയത് അടപടലം പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട. സുപ്രീം കോർട്ട് വരെയും പോയി അവർ നാണം കെട്ട് വൃത്തികേടായി. ജഡ്ജി ചോദിച്ച ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ പറ്റാത്ത വിധത്തിലായി. ഏകദേശം 4-5 മണിക്കൂർ 8 മണിക്കൂർ കൊണ്ട് ഏകദേശം 41 പേരുടെ മൃതദേഹം അവർ പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്നു. ആകെയുള്ള 2 ടേബിളിൽ വെച്ചിട്ട് ആകെയുള്ള 2 ഡോക്ടർമാരെ വെച്ച് ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മര്യാദക്കുള്ള ഉത്തരം പറയാൻ പറ്റിയില്ല. ആകെ നാറി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഇത് മാറ്റാൻ വേണ്ടി ഹിന്ദി ബാൻ ചെയ്യാൻ പോകുന്നു എന്നും പറഞ്ഞ്, അതായത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഹിന്ദി ബാൻ ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് ഒരു അസംബ്ലിയിൽ ബില്ല് പാസ്സാക്കാൻ പോകുമെന്നും പറഞ്ഞിട്ടൊരു പ്രൊപ്പഗണ്ട അവർ തന്നെ അടിച്ചിറക്കി. അപ്പം ബീഹാറിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ അതിനെ എതിർപ്പ് വന്നുകൊണ്ടാണോ എന്നറിയില്ല. അത് നാടകം കളിച്ചാണ് ഇത് പെട്ടെന്ന് ഇത് മറക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നറിയില്ല. അത് തൽക്കാലം നിർത്തിവെച്ചു. അധികം ബീഹാർ ഇലക്ഷൻ കഴിയുന്നവരെയും നിർത്തിവെച്ചാണോ എന്ന് അറിഞ്ഞുകൂടാ. അത് നിർത്തിവെച്ചു. പക്ഷേ കരൂർ പ്രസംഭവം വീണ്ടും ആളിക്കത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ കൂട്ടുകക്ഷിയായ VCKയുടെ തിരുമാവളൻ്റെ കാറ് ഒരു അഡ്വക്കേറ്റിനെ ഇടിച്ച പ്രശ്നത്തിൽ സ്കൂട്ടറിൽ കൊണ്ടുപോയി ഇടിക്കുക മാത്രമല്ല, സ്കൂട്ടർ വെച്ച് തള്ളിയിടുകയും ചെയ്തു. എന്നിട്ട് അവനെ നല്ല പൊതിരെ തല്ലി. ആ കേസുകളൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് ഈ ഹിന്ദി പരിപാടി ഇറക്കിയത്. ഇപ്പം ഹിന്ദി മാറ്റി വെച്ചിട്ട് ഇപ്പം വീണ്ടും കച്ചത്തി വീണ്ടും എടുക്കണമെന്നും പറഞ്ഞിട്ട് അടുത്ത വർത്തമാനം തുടങ്ങിയിട്ടുണ്ട്. അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരെ MLA തന്നെ തമിഴ്നാട്ടിലുള്ള കുറച്ച് നിർധനരായ കുടുംബത്തിലുള്ള ആൾക്കാരെ വളഞ്ഞു പിടിച്ച് കിഡ്നി വില കൊടുത്ത് വാങ്ങിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അതൊരു വലിയൊരു അലിഗേഷൻ ഉണ്ടായിരുന്നു. അസംബ്ലിയിൽ ADMK കിഡ്നി ഇന്ത്യയുടെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടാണ്, ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് അസംബ്ലിയിൽ ഹാജരായത്. അപ്പം ദ്രാവിഡ മോഡലിന് നല്ല തിരിച്ചടിയാണ് ഈ സംഭവം നടക്കാൻ പോകുന്നത്. കേരളത്തിൽ അതിനേക്കാളും അതിഭയങ്കരമായ സ്വർണ്ണക്കൊള്ളയടിച്ചാൽ നമ്മുടെ ഇത്രയും കാലം ഇന്ത്യയിലെ സ്വർണ്ണക്കവർച്ചേനേക്കാളും വലിയ കവർച്ചയായിരുന്നു. എത്രയോ മുസ്ലിം ഭീകരന്മാരൊക്കെ വന്നിട്ട് കൊള്ളയടിച്ചിട്ട് പോയി. അലാവുദ്ദീൻ ഖിൽജിനും മുഹമ്മദ് ഗോറിയും ഒക്കെ അടിച്ചിട്ട് പോയതിൻ്റെയൊക്കെ 10 ഇരട്ടിയാണ് ഭരണത്തിലിരുന്ന് സ്വന്തം നാട്ടിലെ തന്നെ കൊള്ളയടിക്കുന്ന ഒരു വർഗം നമ്മുടെ കേരളത്തിൽ. ഇവിടുന്ന് കുറേ സ്വർണം കൊണ്ടുപോയത് മാത്രമല്ല, വിദേശത്തുനിന്ന് സ്വർണം കടത്തിയതിലും ഇവിടുന്ന് ഡോളർ കടത്തിയതിലും എല്ലാം ഈ 10 കൊല്ലം കൊണ്ട് നല്ല സമ്പൂർണ്ണ വിജയം. അതും മാറ്റാൻ വേണ്ടി ഒരു 10 പൈസ പറയാനില്ലാത്ത ഹിജാബിൻ്റെ ഇത് ഇറക്കി അതിന് കോൺഗ്രസ്സുകാരെ കൂട്ടുമെന്നുള്ളതാണ് ഏറ്റവും തമാശ. അവിടുത്തെ MP കോൺഗ്രസ്സുകാർ ഇതിൻ്റെ ഈ തരികിട മനസ്സിലാകാതെ അതിന് കൂട്ടുനിന്ന് അതിൽ പോയി അവൻ നാടകം കളിച്ച് അതിന് BJPക്ക് എതിരായിട്ട് അതൊരു പ്രൊപ്പഗണ്ട നടത്താൻ നോക്കി. 2 കൂട്ടരും ഈ ഇലക്ഷനിൽ തോറ്റുപോകണമെന്ന് മാത്രമല്ല, ഈ 2 കൂട്ടരും ഈ രാജ്യത്ത് തന്നെ ഇല്ലാത്ത വിധത്തിൽ തോൽപ്പിച്ചവരെ ഇല്ലാതെ പത്തി മടക്കി അടക്കണം. അല്ലാതെ ഇന്ത്യയും കേരളവും തമിഴ്നാടും ഒന്നും നന്നാകാൻ പോകുന്നില്ല. അത് എപ്പോഴും നടക്കുന്നതെന്ന് എനിക്ക് ശാശ്വതമായ ഒരു ഇത് കിട്ടുള്ളൂ 2 സ്റ്റേറ്റിനും. മറ്റുള്ള സ്റ്റേറ്റിലൊന്നും ഇത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജ്യവിരോധ ദേശദ്രോഹികളായ കുറേ ആൾക്കാരാണ് തമിഴ്നാട്ടിലും കേരളത്തിലും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശവിരോധമൊന്നുമല്ല, ജനങ്ങൾക്ക് എത്രമാത്രം ദ്രോഹം ചെയ്യാൻ പറ്റും അത്രയൊക്കെ ദ്രോഹം ചെയ്യുന്നുണ്ട്. മോഷണം, കൊല, പീഡനം എല്ലാമായിട്ട് നോക്കാം. 2020 വരെയും ഇതിൽ ഉണരേണ്ടത് ഹിന്ദുക്കളാണ്. അവർ എന്ത് തീരുമാനിക്കുന്നു അതിനനുസരിച്ചിരിക്കും കഥയൊക്കെ. നമുക്ക് കാണാം എന്ത് ചെയ്യും. ജയ് ഹിന്ദ്, വന്ദേ ഭാരതം.